സ്വാഗതം. ആദ്യം ഷഫാക്കിലേക്ക്. ഷഫാക്ക്, പ്രതിഷേധ മാർഗമായിട്ട് ബോയ്ക്കോട്ട് തെരഞ്ഞെടുക്കുന്നത് ആദ്യമായിട്ടുള്ള കാര്യമല്ല. അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ചെയ്യുന്ന ഒരു വിഷയമൊക്കെയാണ്. പക്ഷേ ഈ സാഹചര്യം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഒരു സാഹചര്യമാണ്. ആ തരത്തിലുള്ള സന്ദേശം രാജ്യം പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി ആ തരത്തിലുള്ള പ്രതിനിധി സംഘങ്ങൾ പോലും പുറത്തുപോയി സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പമാണ് ഇസ്രയേൽ ഇന്ത്യക്ക് നൽകിയ പിന്തുണ കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടുന്നത്. പഹൽഗാം ആക്രമണം നടന്നപ്പോൾ നിശബ്ദത പാലിച്ച ഒരു സംഘടന എന്തുകൊണ്ട് ഇപ്പോൾ ഈ തരത്തിൽ ഒരു ബോയ്ക്കോട്ട് ആഹ്വാനം നടത്തുന്നു എന്നാണ് മറുവശത്ത് നിന്ന് ഉയർന്ന ചോദ്യം. അതിൽ കഴമ്പില്ലേ? നമസ്കാരം. ആദ്യമായി തുടക്കത്തിൽ നിങ്ങൾ എന്നെയും സൂചിപ്പിച്ചതുപോലെ ബോയ്ക്കോട്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ BDS മൂവ്മെന്റുകൾ, ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് ഇപ്പോഴുണ്ടായ ഒരു സമരമാർഗമോ ഇപ്പോൾ സംഭവിച്ച അല്ലെങ്കിൽ കോഴിക്കോട്ട് SIO നടത്തിയ ഒരു സമരത്തിൽ നിന്ന് തുടങ്ങിയതോ ആയ ഒരു സമര രൂപമല്ല. മറിച്ച് അതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു സമരരൂപമാണ് ബോയ്ക്കോട്ട്, ഡൈവേഴ്സ്മെന്റ് ആൻഡ് സാങ്ഷൻസ് എന്ന് പറയുന്ന BDS മൂവ്മെന്റുകൾ എന്ന് പറയുന്നത്. നേരത്തെ തന്നെയും സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർത്തൈഡ് സിസ്റ്റത്തിനെതിരെ ഈ നിലനിൽക്കുന്ന ബോയ്ക്കോട്ട് മൂവ്മെന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. വളരെ വിജയകരമായി അത് സംഭവിച്ചിട്ടുള്ള ഒരിടം കൂടിയാണ് സൗത്ത് ആഫ്രിക്ക എന്ന് നിങ്ങൾക്ക് ബോയ്ക്കോട്ട് മൂവ്മെന്റുകളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കും. അതുപോലെ തന്നെ സവിശേഷമായി ഫലസ്തീൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ലോകത്ത് ആഗോളതലത്തിൽ തന്നെയും വളരെ ജനകീയമായി നടത്തപ്പെടുന്ന ഒരു സമരരൂപം കൂടിയാണ് ബോയ്ക്കോട്ട് മൂവ്മെന്റുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെയും ഇത് ഈ കേരളത്തിലല്ല ആദ്യമായി ഈ ബോയ്ക്കോട്ട് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ സംഭവിക്കുന്നത്. മറിച്ച് അത് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും IPSPയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പീപ്പിൾ ഇൻ സോളിഡാരിറ്റി വിത്ത് പാലസ്തീൻ എന്ന ബാനറിൽ ഇന്ത്യയിലെ വ്യത്യസ്ത നഗരങ്ങളിൽ, ഡൽഹിയിൽ, പൂനെയിൽ, പട്നയിൽ, അതുപോലെ തന്നെ വിജയവാഡയിൽ, ഇങ്ങനെ ഇന്ത്യയിലെ വിവിധങ്ങളായ നഗരങ്ങളിൽ ഈ പറയുന്ന ടാറ്റയുടെ ഉടമസ്ഥയിലുള്ള സൂബിയ അടക്കമുള്ള സംവിധാനങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഈ പറയുന്ന തരത്തിൽ ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ, ഈ ബഹിഷ്കരണാഹ്വാനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പല ആളുകൾ, പ്രത്യേകമായി ലെഫ്റ്റ് ഐഡിയോളജിയിലൊക്കെയും വർക്ക് ചെയ്യുന്ന ആളുകൾ ആ അർത്ഥത്തിൽ ഈ മൂവ്മെന്റുമായി മുമ്പോട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനോടൊക്കെയും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട്, അഥവാ SIOവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായി ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാവുന്ന ഏതെല്ലാം സംഗതികൾ, ഏതെല്ലാം സമരമാർഗങ്ങളുണ്ടോ, ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ അതിനോടൊക്കെയും ഐക്യദാർഢ്യപ്പെടുക എന്നതുകൂടിയാണ് നമ്മൾ SIOവിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതേസമയം അതിനെ ഏതോ അർത്ഥത്തിൽ രാജ്യത്തിനെ ഉയർത്തി കാണിക്കാനുള്ള എന്തോ പദ്ധതിയാണ് എന്ന് അതിനെ ഒരു സംഘപരിവാർ ലൈനിൽ തന്നെയും അതേ ലൈനിൽ തന്നെ അതിനെ ആഖ്യാനിക്കുക എന്ന് പറയുന്നത് ആ സംഘപരിവാർ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കപടദേശ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ചില വ്യവഹാരങ്ങളിലേക്ക് കയറി നിൽക്കലാണ്. അതേസമയം അതിലേക്ക് നിങ്ങൾ പറഞ്ഞതിൽ തന്നെയും അതിൽ വസ്തുതാ വിരുദ്ധതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, പക്ഷേ ഷഫാഖ്, ഒറ്റ കാര്യം ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, ഇതൊരു പ്രതീകാത്മക സമരമായിട്ടൊന്നും നിന്നില്ലല്ലോ. നിങ്ങൾ ആ ഔട്ട്ലെറ്റിൽ പോയി അവിടെ മുദ്രാവാക്യം വിളിച്ച് ആ തരത്തിലേക്ക് കൂടിയുള്ള സമരമല്ലേ നടത്തിയത്? അതല്ലാതെ ഇത് ബഹിഷ്കരണാഹ്വാനം ആ തരത്തിലുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സമരം മാത്രമായിരുന്നോ? ഒരു സംവിധാനത്തിന് മുമ്പിലേക്ക്, അതല്ലെങ്കിൽ ഒരു ഓഫീസിന് മുമ്പിലേക്ക്, ഒരു സ്ഥാപനത്തിന് മുമ്പിലേക്ക് സമരം നടത്തുക, വളരെ സമാധാനപരമായി അതിനു മുമ്പിൽ ഉപരോധ സമരം നടത്തുക, അതിനു മുമ്പിൽ ബോയ്ക്കോട്ട് ആഹ്വാനം നടത്തുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ജനാധിപത്യ സമരമാണ്. അതെങ്ങനെയാണ് അത് ഒരു അക്രമാസക്തമായ സമരമായിരുന്നില്ല. അത് ഏതോ നിലക്ക് അവിടെ വലിയ അർത്ഥത്തിൽ സമാധാനം ഇല്ലാതാക്കുന്ന ഒരു സമരമായിരുന്നില്ല. വളരെ സമാധാനപരമായി നടന്ന ഒരു സമരമാണ്. അതേസമയം തന്നെ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു വസ്തുതാവിരുദ്ധത കൂടി ചൂണ്ടിക്കാണിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സംഘപരിവാർ ഹാൻഡിലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ പഹൽഗാം അറ്റാക്ക് ഉണ്ടാകുമ്പോൾ മുണ്ടാതിരിക്കുകയും അല്ലാത്തപ്പോൾ ഫലസ്തീന് വേണ്ടി മുണ്ടുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് തന്നെ അത് സംഘപരിവാർ ഹാൻഡിലുകൾക്ക് അത് പറയാം. കാരണം അത്തരം നുണകളിൽ അപരവിദ്വേഷം ഉണ്ടാക്കി രാജ്യത്ത് വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണത്. അതേസമയം അതിനെ അതേപടി ഏറ്റെടുക്കാൻ മീഡിയ ഏജൻസികൾ, മാധ്യമപ്രവർത്തകർ സന്നദ്ധമാകരുത് എന്നാണ്.
SIOനെ സംബന്ധിച്ചിടത്തോളം SIO അതിന്റെ നാഷണൽ കമ്മിറ്റി തന്നെയും പഹൽഗാം അറ്റാക്ക് ഉണ്ടായ സന്ദർഭത്തിൽ പ്രസ്താവന ഇറക്കുകയും അതിൽ വിശദീകരിക്കുകയും അതിനെ അപലപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു സംഘടനയുടെ പ്രസ്താവനകൾ കാണുന്നില്ല എന്നുകൊണ്ട് ആ സംഘടനക്ക് നിലപാടില്ല എന്ന് നിങ്ങൾ അല്ല മനസ്സിലാക്കരുത്. ഷഫാക്ക്, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഇതിൽ നമ്മൾ ഈ തുർക്കി ബഹിഷ്കരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നതായ എല്ലാ അർത്ഥത്തിലുമുള്ള ഈ പ്രശ്നങ്ങളോട്, ഇഷ്യൂകളോട് എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെയാണ് SIOനെ സംബന്ധിച്ചിടത്തോളം SIO കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെയും മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു ആ അർത്ഥത്തിൽ നിങ്ങൾ സമരങ്ങളെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പ്രസ്താവനകളെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ലോകത്ത് സമരങ്ങൾ നടക്കുന്നില്ല, ലോകത്ത് സംഘടനകൾക്ക് നിലപാടുകൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഏകപക്ഷീയമായ നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് എന്ന അർത്ഥത്തിലേക്ക് കേവലമായ സംഘപരിവാർ യുക്തിയിൽ നിന്നുകൊണ്ട് അതിലേക്ക് കടന്നു പോകരുത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ ശരി ഷഫാക്ക, ഞാൻ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇത് തെരഞ്ഞെടുത്ത ഈ ഒരു സമയം എന്ന് പറയുന്നത് പെരുന്നാൾ സമയമാണ്. ഇത് മറ്റേതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാതെ, ബോയ്ക്കോട്ട് ആഹ്വാനത്തിലേക്ക് പോകാതെ, പെരുന്നാൾ സമയത്ത് ഈ തരത്തിലൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരല്പം കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആയുധമുണ്ട് എന്ന് തോന്നിപ്പോകുമല്ലോ. അത് കരുതിക്കുട്ടി ചെയ്തതാണോ അതോ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ ഈ സമയം? ഈ സമയം വളരെ സവിശേഷമായി നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത് പെരുന്നാളിന്റെ സമയമാണ് എന്നതല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഗസയിൽ ലോകത്ത് സമീപഭാവിയിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധമുള്ള വംശഹത്യക്ക് ആ നാട്ടിലെ ജനത ഇരയാക്കപ്പെടുന്നു. പട്ടിണി മൂലം 10,000-കണക്കിന് മനുഷ്യർ ഓരോ മണിക്കൂറുകളിലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് UN തന്നെയും അതിന്റെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയും ലോകത്ത് ആഗോളതലത്തിൽ വ്യത്യസ്തങ്ങളായ മൂവ്മെന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടു വരികയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് എൻക്യാമ്പ്മെന്റ് പ്രൊട്ടസ്റ്റുകൾ രൂപപ്പെട്ടു വരികയും അതുപോലെ തന്നെ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയാണ് ഗ്രേറ്റ തൻബർഗ്, അവരുടെ നേതൃത്വത്തിൽ ഒരു കപ്പൽ സംഘം ഗസയിലെ ലക്ഷ്യമാക്കി കടന്നു പോവുകയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ആളുകൾ ഗസയുടെ ഉപരോധം ലംഘിച്ചുകൊണ്ട് ഗസയിലേക്ക് കടന്നു പോകാനുള്ള അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകളുമായി ഗസയിലേക്ക് കടന്നു ചെല്ലാനുള്ള, അവർക്ക് ആവശ്യമായ വിഭവങ്ങളുമായി, ഭക്ഷണവുമായി, മരുന്നുമായി കടന്നു ചെല്ലാനുള്ള വ്യത്യസ്തങ്ങളായ ആഹ്വാനങ്ങളും അതിൽ ധാരാളക്കണക്കിന് മൂവ്മെന്റുകൾ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയും ആ ഫലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് അത് ഉന്നയിക്കുക വളരെ സവിശേഷമായി, ആളുകൾ ധാരാളമായി ഈ തരം വസ്ത്ര ബ്രാൻഡുകളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും കൂടിയാണ് അതെന്നത് യാദൃശ്ചികമാണ്. അതേസമയം തന്നെ ആ ഫലസ്തീനു വേണ്ടിയിട്ടുള്ള ഫലസ്തീൻ പോരാളികളോടൊപ്പം, അല്ലെങ്കിൽ അവിടെ ശരി യാദൃശ്ചികമാണ് എന്ന് ഷഫാക്ക് പറയുന്നു. പെരുന്നാളിലേക്ക് ആഹ്വാനം തെരഞ്ഞെടുത്തത് യാദൃശ്ചികമാണെന്ന് പറഞ്ഞു. ഞാൻ തിരികെ എത്താം ഷഫാക്ക്, ഞാൻ വരാം. ആ പറഞ്ഞ പോയിന്റുകളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കർ, ബഹിഷ്കരണം ഒരു ജനാധിപത്യ രീതിയാണ്. അത് എല്ലാ രാഷ്ട്രീയ സംഘടനകളും, വിദ്യാർത്ഥി സംഘടനകളും, യുവജന സംഘടനകളും ഒക്കെ നടത്തുന്ന ഒരു ജനാധിപത്യ രീതിയാണ്. അത് ഇന്ത്യ ഏറ്റവും കൂടുതൽ മുന്നിൽ നിർത്തുന്ന പ്രതിഷേധ മാർഗവുമാണ്. സ്വാഭാവികമായിട്ടും പ്രതിഷേധാത്മകമായിട്ട് ഒരു പ്രതീകാത്മകമായിട്ട് ഒരു പ്രതിഷേധ മാർഗം, ഇതിൽ എന്തെങ്കിലും അക്രമമോ ആ തരത്തിലൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ആഹ്വാനം നടക്കുമ്പോൾ അതിനെതിരെ വളരെ പെട്ടെന്നൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആദ്യത്തെ ക്യാമ്പയിനും ആ തരത്തിലുള്ള ശ്രദ്ധ കിട്ടുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ആണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ മറുവശത്ത് നിൽക്കുന്നവർ, ഈ ക്യാമ്പയിനെ തള്ളിപ്പറയുന്നവർ ശരിക്കും ആ ക്യാമ്പയിനെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക എന്നാണ് തോന്നുക. അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് നടക്കുന്നില്ലേ?